കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്ന, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറയ്ക്ക് പോകുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്റും സ്വലാത്തും ചൊല്ലുന്ന ഈ മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി കാഫിറും മുശ്രിക്കുമാക്കിക്കൊണ്ടാണ് അവർ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏത് സ്ഥലത്ത് പോയാലും അവിടെ അവരെ പരിപാടിന്റെ മുന്നിൽ നാട്ടുകാരെ ഒന്നും കാണാറില്ല. ഏതോ ഒരു ബസ്സും പിടിച്ച് ആ ബസ്സിലേക്ക് തളപ്പാടിയിൽ നിന്ന് 2 ആള്, ഉള്ളാളത്ത് നിന്ന് ഒരു 3 ആള്, മൈക്കാളത്ത് നിന്ന് ഒരു 2 ആള്, പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരു 2 ആള്, മഞ്ചേശ്വരത്ത് നിന്ന് ഒരു 2 ആള്, അങ്ങനെ കുറെ പറക്കി എടുത്തു കൊണ്ടുവന്നിട്ടാണ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതിനെ കാലിയാക്കി അതിന്റെ മുന്നിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ സുന്നികളെ മുശ്രിക്കാക്കി, കാഫിറാക്കി പ്രസംഗിക്കുമ്പോ അതിന്റെ മുന്നിൽ അവർ വെക്കുന്ന കാരണം, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നു, അല്ലാഹു അല്ലാത്തവരോട് ദുആ നടത്തുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുക എന്നത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരോട് ദുആരക്കുക എന്നത് ശിർക്കാണ്. അതുകൊണ്ട് ഈ സുന്നികളെല്ലാവരും ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ്. ഇതാണ് അവർ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും കാണിച്ചു തന്ന മഹത്തായ ആദർശമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നത്. ഇതിൽ ഒരാൾക്കും തർക്കമില്ല. വഹാബികളും പറയുന്നു നബിയും സ്വഹാബത്തും പറഞ്ഞതുപോലെ, അവർ ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന്. ഞങ്ങളും പറയുന്നു നബിയും സ്വഹാബത്തും പറഞ്ഞതുപോലെ, അവർ ജീവിച്ചതുപോലെ നാം ജീവിക്കണം എന്ന്. എന്നാൽ ഇവിടെ നിങ്ങൾ വളരെ സത്യസന്ധമായ നിലയ്ക്ക് നിങ്ങൾ വിലയിരുത്തണം, സ്വഹാബത്തിന്റെയും നബിയുടെയും സ്വഹാബത്തിന്റെയും യഥാർത്ഥ ആശയം ഉൾക്കൊള്ളുന്നവർ ആരാണ്? അത് സുന്നികളാണോ അല്ല വഹാബികളാണോ എന്നത് നിങ്ങൾ ആദ്യമായി ഒന്ന് വിലയിരുത്തണം. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. സുന്നികളും വഹാബികളും തമ്മിലുള്ള തർക്കം, പ്രധാനപ്പെട്ട ചില തർക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അവർ പറയുന്നു ഏത് സഹായത്തേട്ടവും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനോ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ ജീവിച്ചവരായാലും മരിച്ചവരായാലും അവരോട് ഒന്നും ചോദിക്കാൻ പാടില്ല. എല്ലാം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതുപോലെ ഏതെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഔലിയാക്കളെ ദർഗ എന്ന് പറയുന്ന അവരുടെ ഖബറുകളിലേക്ക് നാം പോകരുത്. അത് ശിർക്കാണ്. ഇതാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നാം ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തണം. ഈ വിഷയത്തിൽ നബിയുടെയും സ്വഹാബത്തിന്റെയും മാതൃക എന്തായിരുന്നു, നബിയുടെയും സ്വഹാബത്തിന്റെയും മാതൃക എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹായ തേട്ടം, ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല എന്നാണോ, അല്ലെങ്കിൽ നബിയെ വിളിക്കാൻ പാടില്ല എന്നാണോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പാടില്ല എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്? എന്താണ് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? വളരെ വ്യക്തമായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എന്താണ് അല്ലാഹുവിന്റെ റസൂല് ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശനം? ഇമാം തിർമിദിയുടെ സുനനിൽ വളരെ വ്യക്തമായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിലേക്ക് ഒരു കണ്ണ് കാണാത്ത ഒരു കുരുടനായ മനുഷ്യൻ വന്നു. കണ്ണ് കാണാത്ത, കാഴ്ച ശക്തിയില്ലാത്ത ഒരാള്. കാഴ്ച ശക്തിയില്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം വഹാബികളുടെ ആശയപ്രകാരം രണ്ട് ഓപ്ഷൻ ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ അള്ളാഹുവിനോട് ദുആരക്കുക. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ പടച്ചവനോട് ദുആരക്കുക. ഇതാണല്ലോ വഹാബിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും ആ കാലഘട്ടത്തിലുള്ള ഒരു വൈദ്യനുമായി ബന്ധപ്പെടുക. ഇതാണല്ലോ രണ്ടാമത്തെ മാർഗം.